ഹായ് ഗായ്സ്, വെൽക്കം ടു തനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച് പറയുന്ന ടെൻസാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ്. അതായത് പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഐ വിൽ ഡു. ഞാൻ ചെയ്യും, പഠിക്കും, കളിക്കും, കുടിക്കും, തീരുമാനിക്കും, നോക്കും, ഓടും, വരും, പോകും, എല്ലാം. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് സെൻറ്റൻസ് എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്. സബ്ജക്റ്റിൻ്റെ കൂടെ വില്ലോ ഷാളോ ഉപയോഗിക്കാം. ഇന്നത് ഉപയോഗിക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. വിൽ പ്ലസ് ഷാൾ പ്ലസ് വെർബ്. അപ്പോൾ ഐ, വി എന്നീ സബ്ജക്റ്റുകളോടുകൂടി നമ്മൾ ഷാളും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളോടുകൂടി വില്ലുമാണ് സാധാരണ ഉപയോഗിക്കുക. ഐ, വി സബ്ജക്റ്റുകളോടുകൂടി ഐയോടുകൂടി വില്ല് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദൃഢനിശ്ചയത്തെ കുറിക്കുന്നു. അതായത് ഐ ഷാൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാം, ഐ വിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും. അങ്ങനെയാണ്. ഐ ഷാൾ ഡിസൈഡ്, ഞാൻ തീരുമാനിക്കാം. ഐ വിൽ ഡിസൈഡ്, ഞാൻ തീരുമാനിക്കും. അപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കാം. ഐ ഷാൽ ടീച്ച് യു ഗ്രാമർ, ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കാം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കും എന്നാണെങ്കിലോ ഐ വിൽ ടീച്ച് യു ഗ്രാമർ. പഠിപ്പിക്കാം എന്ന് വരുമ്പം ഐ ഷാൽ ടീച്ച് യു ഗ്രാമർ, പഠിപ്പിക്കും എന്ന് വരുമ്പം ഐ വിൽ ടീച്ച് യു ഗ്രാമർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്. സബ്ജക്റ്റിൻ്റെ കൂടെ വില്ലും ഷാളോ വെർബുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പഠിക്കും എന്നെങ്ങനെ പറയും? ഐ വിൽ സ്റ്റഡി. അവൾ പഠിക്കും, ഷീ ഷാൾ സ്റ്റഡിയോ. അവൻ പഠിക്കും, ഹീ ഷാൾ സ്റ്റഡി. ഞാൻ ഓടും, ഐ വിൽ റൺ. ഞാൻ തീരുമാനിക്കും, ഐ വിൽ ഡിസൈഡ്. ഞാൻ വരും, ഐ വിൽ കം, വന്നിരിക്കും. അല്ലെങ്കിൽ ഞാൻ പോവും, ഐ വിൽ ഗോ. ഞാൻ പാടും, ഐ വിൽ സിങ്. ഞാൻ കുടിക്കും, ഐ വിൽ ഡ്രിങ്ക്. ഞാൻ കളിക്കും, ഐ വിൽ പ്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വരാൻ പോകുന്ന, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് ഏത് ടെൻസ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഐ വി ഇതിൻ്റെ കൂടെ ഷാളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ദൃഢനിശ്ചയത്തെ കുറിക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ എന്തുപയോഗിക്കും? ഐയുടെ കൂടെ വില്ല് ഉപയോഗിക്കും. ഐ ഷാൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാം, ഐ വിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും. അതുപോലെ തന്നെ ഹീ, ഷീ, ഇറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ ഷാള് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കടമയൊക്കെ ഉണ്ടാവില്ലേ? കടമ, നമ്മൾ ബാധ്യത, അങ്ങനെയുള്ള സെൻറ്റൻസുകളെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഗോയിങ് ടു പ്ലസ് വെർബ് പറയാം. ഞാൻ ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പം ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അതായത് ഭാവിയിൽ തുടങ്ങാൻ പോകുന്ന ഒരു പ്രവൃത്തിനെ നമുക്ക് എങ്ങനെയും കൂടി പറയാം? സബ്ജക്റ്റ് പ്ലസ് ഗോയിങ് ടു പ്ലസ് വെർബ്. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാളോ, അതിൻ്റെ കൂടെ വെർബ്. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. ഐ വിൽ പ്ലേ, ഞാൻ കളിക്കും. ഐ വിൽ റൺ, ഞാൻ ഓടും. ഐ വിൽ ഡിസൈഡ്, ഞാൻ തീരുമാനിക്കും. ഐ വിൽ വോക്ക്, ഞാൻ നടക്കും. ഐ വിൽ ഡ്രിങ്ക്, ഞാൻ കുടിക്കും. അങ്ങനെ പറയും. അതായത് ഐ ഷാൾ സ്റ്റഡി എന്ന് പറയുമ്പം ഞാൻ പഠിക്കാം, ഐ വിൽ സ്റ്റഡി എന്ന് പറയുമ്പം ഞാൻ പഠിക്കും. ഇനി
അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇതേ ടെൻസ് തന്നെ നമുക്ക് ഗോയിങ് ടു, സബ്ജക്റ്റീവ് പ്ലസ് ഗോയിങ് ടു വെച്ചിട്ട് പറയാം. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഇങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ മനസ്സിലായല്ലോ. സബ്ജക്റ്റീവ് പ്ലസ് ഹി, ഷീ, ഇറ്റ് പ്ലസ് സബ്ജക്റ്റീവ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്. വിൽ ഓർ ഷാൾ പ്ലസ് വെർബ് ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവൃത്തികൾ പഠിക്കും, കളിക്കും, ചെയ്യും, തീരുമാനിക്കും, പോകും, വരും. ഇപ്പം ഞാൻ വരും എന്നെങ്ങനെ പറയും? ഐ വിൽ കം. ഇനിയിപ്പം ഞാൻ ഒരു കല്യാണത്തിനെല്ലാം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വരും എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ വരാം എന്നാണെങ്കിൽ ഐ ഷാൾ കം. ഞാൻ വരും ദൃഢനിശ്ചയം കുറിക്കുന്നതാണെങ്കിൽ ഐ വിൽ കം. അതാണ് ഷാളും വില്ലും തമ്മിൽ വരുന്ന വ്യത്യാസം. അതായത് ഐ ഷാൾ കം എന്ന് പറയുമ്പോൾ ഞാൻ വരാം, അത് വരുവോ വരാതിരിക്കുകയോ ചെയ്യാം നമുക്ക്. ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലായിട്ട്, അതായത് എന്തായാലും ഞാൻ വന്നിരിക്കും. ഐ വിൽ കം, ഞാൻ വരും. അതായത് ദൃഢനിശ്ചയത്തെ കുറിക്കുക. ഐയുടെ കൂടെ വില്ല് വരുമ്പോൾ ദൃഢനിശ്ചയത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റീവ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്, ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റ്സിനെ ഇഷ്ടമാണോ? വീട്ടിൽ പെറ്റ്സിനെ വളർത്താൻ ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് അതായത് ഒരു പപ്പിയെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുണ്ട്. ദൂരെ നിന്ന് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് പപ്പി വീട്ടിൽ വാങ്ങിക്കാനോ ഇഷ്ടമാണ്. പക്ഷെ ആ പേടി എന്നും മാറിയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടെ അടുത്തുള്ളൊരു പെറ്റ് ഷോപ്പുണ്ട്. കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ ആ പെറ്റ് ഷോപ്പിൻ്റെ സൈഡിൽ അവിടെ പോയി കുറച്ച് സമയം നിന്ന്, കൂട്ടിലിട്ട കുറേ പട്ടികളുണ്ടല്ലോ, കുട്ടി കുട്ടി പപ്പീസ്, കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് കുറേ സമയം കളിപ്പിച്ചിട്ടൊക്കെയാണ് വരിക. അതുപോലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻറ്റിക്കൊരു 2 ഉണ്ട്. അവളുടെ ഫ്രണ്ടിനും ഒരു പപ്പിയുണ്ട്. അവിടെ ഒരു വലിയ ഡോഗുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊന്നും പട്ടിയൊന്നും ഇല്ലായിരുന്നു. വന്നപ്പോൾ അതിൻ്റെ ബാർക്കിങ്, അതായത് കുരക്കുന്ന ശബ്ദം കേൾക്കുമ്പം എന്തോ പോലെയായിരുന്നു, നല്ല സൗണ്ടാണ്. പിന്നെ അതായത് നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ ഈ 3-4 വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുക്ക ആര് വന്നാലും ആ ഒരു പെറ്റ് ഡോഗിൻ്റെ ബാർക്കിങ് ചെയ്യുന്ന സൗണ്ട് കൊണ്ട് നമുക്കും മനസ്സിലാവും. അപ്പോൾ ആ വീട്ടിലെ അവരാണ് അത് വളർത്തുന്നെങ്കിലും ഈ 3-4 വീട്, ഞങ്ങളടക്കമുള്ള എല്ലാ വീടിൻ്റെയും ഒരു സംരക്ഷകം പോലെയാണ്. അങ്ങനെ ഒരു കുറച്ച് 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളും ആ ബെല്ല എന്ന് പറയുന്ന ആ ഒരു പട്ടിയെ, അതായത് പെറ്റ് ഡോഗിനെ നമ്മളും നമ്മുടെ കുടുംബത്തിലെ പോലെ കാണാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ബാർക്കിങ്ങോ നമുക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ കൊച്ചിന് കുറച്ച് പേടിയാണ്, എന്നാലും അവൾക്ക് ഇഷ്ടമാണ്. ഇനി അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിനെ വാങ്ങിക്കണം എന്നുള്ളത്. നിങ്ങൾക്കിഷ്ടമാണോ പെറ്റിനെ വളർത്താൻ? ലവ് ബേർഡ്സോ റാബിറ്റ്സോ അതായത് ഡോഗോ കേറ്റോ അങ്ങനെ നിങ്ങൾക്കിഷ്ടമാണോ? നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ പേടിയുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് എഴുതണേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.